തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് സ്ഥാനം തെറിക്കും എന്നുള്ളതാണ് പുതിയൊരു വാർത്ത. അണ്ണാമലയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് സഹമന്ത്രി സ്ഥാനം നൽകിയേക്കും എന്നൊരു വാർത്ത പുറത്തു വരുന്നു. ഏതായാലും അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഘടകകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും AIADMK DMKയും ഇല്ലാതെ, അവരുടെ സഹായമില്ലാതെ BJP തമിഴ്നാട്ടിൽ അവരുടെ വോട്ട് ഷെയർ 11.1% ഉയർത്തിയിരിക്കുന്നു. മുൻപ് അവർക്കുണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം 3.6 നിന്ന് 2 ഡിജിറ്റിലേക്ക് 2 ഡിജിറ്റിലേക്ക് മാറ്റുമെന്നായിരുന്നു അവരുടെ പ്രധാന മുദ്രാവാക്യം. അതായത് ഏതായാലും അണ്ണാമല എത്തിച്ചിട്ടുണ്ട് 11.1%. പക്ഷേ അണ്ണാമല എന്തുകൊണ്ട് ധൃതി പിടിച്ചു മാറ്റുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് BJP ചില നീക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത്. കാരണം കേന്ദ്രത്തിൽ BJPയുടെ ഒരു അംഗബലം 240 മാത്രമാണ്. 32 സീറ്റുകൾ ഘടകകക്ഷികളുടേതാണ്. ആ ഘടകകക്ഷികളുടെ ബലത്തിലാണ് അവർ 272 എന്ന ആ ഒരു നമ്പർ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘടകകക്ഷികൾ ഒരുപക്ഷെ നിതീഷ് കുമാറോ ഇല്ലെങ്കിൽ TDP ഒക്കെ കൂടുതൽ സമ്മർദ്ദങ്ങൾ മുറുക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അവർ വിട്ടുപോവുകയാണോ എങ്കിൽ മറ്റ് ഘടകകക്ഷികളെ കൂടെ ചേർക്കാൻ BJP ആലോചിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. DMKയ്ക്ക് ഒരു ഓപ്പൺ ക്ഷണം തന്നെയായിരുന്നു BJP അന്ന് കൊടുത്തത്. BJPയുടെ വാതിലുകൾ DMKയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു എന്ന് തന്നെ അവരുടെ നേതാക്കൾ, BJPയുടെ ദേശീയ നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും DMK സംബന്ധിച്ച് അവർക്ക് 22 MPമാരാണ് ഉള്ളത്. നിലവിൽ തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ള DMK പിണക്കാതെ മുൻപോട്ട് പോവുക. കാരണം ഒരു അടിയന്തര സാഹചര്യം വന്നാൽ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ സഹായം ഒരുപക്ഷെ BJP തേടിയേക്കുമെന്നൊരു സൂചന വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അണ്ണാമലയെ അവിടെ നിന്ന് മാറ്റി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുമാത്രവുമല്ല, കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അമിത്ഷാ അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അമിത്ഷാ പറഞ്ഞത് അണ്ണാമലയെ കേന്ദ്രത്തിന് ആവശ്യമുണ്ട്, ഒരു കേന്ദ്രമന്ത്രിയാണ് അണ്ണാമല എന്ന് പരസ്യമായ റാലിയിൽ അമിത്ഷാ പറയുകയും ചെയ്തു. ഒരർത്ഥത്തിൽ നോക്കിയാൽ ആ ഒരു രീതിയിൽ കാണാം. അതല്ല, ഈ ധൃതി പിടിച്ച് ഇപ്പോൾ ഇങ്ങനൊരു നീക്കം നടത്തുന്നതിന് പിന്നിൽ ഈ ഒരു സാധ്യതയോടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനൊരു നീക്കം നടത്തുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. മുരുകൻ ആയിരിക്കും വീണ്ടും BJPയുടെ തമിഴ്നാടിൻ്റെ പുതിയ അധ്യക്ഷനായി വരിക എന്നുള്ള ഒരു വാർത്തയുമുണ്ട്. അതിനിടയ്ക്ക് ഈ തമിഴ്നാട്ടിലെ AIADMKയുമായിട്ടൊക്കെ ഉള്ള തർക്കത്തിന് പ്രധാനപ്പെട്ട കാരണം അണ്ണാമലയാണ്. അതുപോലെ DMKയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്ന അണ്ണാമലയാണ്. അങ്ങനെ അണ്ണാമലയെ മാറ്റി ഒരു കേന്ദ്രമന്ത്രിയാക്കി, അതായത് മുരുകൻ ഇരുന്നത് പോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രിയാക്കി മാറ്റുക. ഒപ്പം തന്നെ മുരുകനിലേക്ക് വീണ്ടും തമിഴ്നാട് BJP ഘടകത്തെ ഏൽപ്പിക്കുക. ഒരു നിർണായക ഘട്ടം വന്നാൽ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കുകൂട്ടലാകാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു നീക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.